ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂരാണ്. തൃശ്ശൂരിലെ പുരാതനമായ കൊല്ലംകോട് കൊട്ടാരം കാണുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. തൃശ്ശൂർ സൂവിൻ്റെ തൊട്ടടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിലെ കൊല്ലംകോട് രാജാവായിരുന്ന വാസുദേവരാജയാണ് ഈ കൊട്ടാരം പണികഴിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇതിനെ കൊല്ലംകോട് കൊട്ടാരം എന്ന പേര് വിളിക്കുന്നത്. 1904 ആണ് വാസുദേവരാജ ഈ കൊട്ടാരം പണി കഴിപ്പിച്ചതും അത് തന്റെ മകൾക്കായി സമ്മാനിച്ചതും. കേരള വാസ്തുവിദ്യയുടെ സൗന്ദര്യവും ഘടനയും കൂടാതെ കേരള വാസ്തുശാസ്ത്രത്തിന്റെ ഏറ്റവും മികച്ച ഘടകങ്ങളും ഉൾപ്പെടുത്തിയാണ് ഈ കൊട്ടാരം പണി കഴിപ്പിച്ചിട്ടുള്ളത്. 1975 പുരാവസ്തു വകുപ്പ് ഈ കൊട്ടാരം ഏറ്റെടുക്കുകയും അതൊരു മ്യൂസിയം ആക്കി മാറ്റുകയും ചെയ്തു. ഇവിടുത്തെ എൻട്രി ഫീസ് 10 രൂപയും കൂടാതെ മൊബൈൽ ക്യാമറയ്ക്ക് 10 രൂപയും ചാർജ് ഈടാക്കുന്നു. രാവിലെ 10 മുതൽ വൈകിട്ട് 4:30 വരെയാണ് ഇവിടുത്തെ പ്രവേശന സമയം. തൃശ്ശൂർ യാത്രയിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ട ഒന്ന് തന്നെയാണ് കൊല്ലംകോട് കൊട്ടാരം. ഈ കൊട്ടാരത്തിൽ നമുക്ക് വാസുദേവരാജയുടെ വ്യക്തിപരമായതും കലാപരമായ ശേഖരങ്ങൾ ഉൾപ്പെടെ അന്നത്തെ കാലത്ത് രാജഭരണവുമായി ബന്ധപ്പെട്ട പല അപൂർവ ശേഖരങ്ങളും കാണാൻ സാധിക്കും. ബ്രിട്ടീഷ് ഭരണകാലത്ത് പണികഴിപ്പിച്ച ഈ കൊട്ടാരത്തിൽ മ്യൂസിയം ഓഫ് മുറൽ ആർട്സ് പെയിന്റിങ്സ് ഉണ്ട്. 2009 മുതലാണ് മുറൽ ആർട്ട് പെയിന്റിങ്സ് കൊട്ടാരത്തിന്റെ ഭാഗമായത്. ഇത്തരത്തിലുള്ള മുറൽ ആർട്സ് കലാസൃഷ്ടികൾ നിരവധി ഉണ്ട് ഈ കൊട്ടാരത്തിൽ. രാജാവ് പണ്ട് ധരിച്ചിരുന്ന ഉടയാടകളും ചെരുപ്പും വാളും ഒക്കെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന കുടം, മൺചട്ടി, തളിക, അങ്ങനെ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ഒരുപാട് പാത്രങ്ങളൊക്കെ ഇവിടെ കാണുവാൻ സാധിക്കും. കൂടാതെ അദ്ദേഹത്തിന്റെയും പത്നിയുടെയും ഛായാചിത്രങ്ങൾ കണ്ണാടിയിൽ പതിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. കൂടാതെ ഈ കൊട്ടാരത്തിന്റെ പുറത്തെ ചുറ്റുമതിലിൽ എല്ലായിടത്തും വിവിധ കലാകാരന്മാരുടെ പലവിധ കലാസൃഷ്ടികൾ നമുക്ക് കാണുവാൻ സാധിക്കും.
ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.